നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ക്യാരറ്റ്, സവാള, ബീൻസ്, മല്ലിച്ചപ്പ്, പച്ചമുളക്, ക്യാപ്സിക്കം, തക്കാളി. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് ഒരു കുക്കർ വെച്ചു അതിലേക്ക് നമ്മൾ അല്പം ഓയിൽ വീട്ടുകയാണ്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇടാവേ. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഓയിലിലേക്ക് നമുക്ക് സവാള ചേർക്കാതെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഒരു നുള്ള പഞ്ചസാര കൂടി ചേർക്കാം. കൊടുക്കാം. നമ്മൾ ഈ ഉപ്പും പഞ്ചസാരയും ചേർക്കുന്ന എന്തിനാണെന്ന് അറിയാവോ? നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗോൾഡിഷ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പൊരിച്ചു വേണ്ടി മാറ്റി വെക്കാതെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാവേ. ബീൻസും നമ്മുടെ ഉള്ളിയും കാഷ്യൂവും എല്ലാം പൊടിച്ച് വരുന്നത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാരറ്റ് നല്ലതായിട്ട് പൊടിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാതെ ബീൻസ് അതുപോലെ തന്നെ പൊടിച്ച് കൊടുക്കും. നല്ലതായിട്ട് പൊടിച്ച് തരണം കേട്ടോ. ബീൻസ് നല്ലതായിട്ട് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ആ പാത്രത്തിലേക്ക് തന്നെ സെർവ് ചെയ്യാം. ഇനി നമുക്ക് ക്യാപ്സിക്കം പൊടിക്കുകയാണ്. ക്യാപ്സിക്കം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോഴും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പച്ച സവാളയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സവാള ഇതിലേക്ക് ചേർക്കാം. പിന്നീട് അതിലേക്ക് തക്കാളി ചേർക്കാതെ തക്കാളി, പച്ചമുളക് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ ഈ പച്ച സവാളയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാതെ ഞങ്ങളിപ്പോൾ എന്തായാലും ഞാൻ നോക്കിച്ച് വെച്ച സവാളയാണ് ചേർത്തിട്ടുണ്ടാക്കുന്നത്. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉരുളൻകിഴങ്ങൊക്കെ ചേർക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ഉരുളൻകിഴങ്ങൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാതെ ഈ ഒരളവാണ് നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നത്. പിന്നീട് അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഇത്രയും ക്വാണ്ടിറ്റി മഞ്ഞൾപ്പൊടി, തൈര് കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാതെ ഇതിലേക്ക്
നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണിത്. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം നെയ്യ് ഇട്ടുക. അതിനുശേഷം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ബിരിയാണി കൈഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്ക തുടങ്ങിയ എല്ലാം ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ മിക്സ് ആണിത് കേട്ടോ. നമ്മൾ ആദ്യം ഇതിലേക്ക് ബിരിയാണി കൈഡയാണ് ചേർത്തത്. അതിനുശേഷം ഗ്രാമ്പൂ, പട്ട എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാതെ ഇതിന് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാതെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് കൈമ റൈസ് ആണ് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാതെ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ കൊടുക്കാതെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റൈസൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഇടയ്ക്ക് മസാലയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് മസാലയൊക്കെ ഇട്ട് മസാല പ്രിപ്പറേഷനിലേക്ക് പോകാം. ഗാർണിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കാതെ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചോറ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാതെ ഈ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ടയുണ്ട്, അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുക്കാതെ ഈ വെജിറ്റബിൾ ബിരിയാണിക്ക് നമ്മൾ ഒരു പുഴുങ്ങിയ മുട്ടയോടെ ചേർത്ത് കഴിച്ചാൽ നല്ലതായിരിക്കുമേ. നമുക്ക് ദം ചെയ്യാതെ അതിനായിട്ട് നമ്മുടെ വീട്ടില് പഴയതായിട്ടുള്ള ഒരു പാൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാതെ കുക്കർ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ദം ചെയ്യുമ്പോൾ എപ്പോഴും കുക്കറിന്റെ വിസിൽ ഊരിയിട്ട് വേണം കേട്ടോ ദം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു 5 മിനിറ്റ് വെച്ചേക്കാം. റെഡി ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ. അങ്ങനെ ഫൈനലി നമ്മുടെ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഇഞ്ചിക്കറിയാണ്, ഇത് ബീറ്റ്റൂട്ട് അച്ചാറാണ്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബീറ്റ്റൂട്ട് അച്ചാറാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ്.